ഹൈവേയിലൊക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ പൊതുവെ ഉപയോഗിക്കാറുണ്ട്, കാറിലായിക്കോട്ടെ ട്രക്കിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ചൊന്ന് ആദ്യമേ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ക്രൂസ് കൺട്രോൾ ഇട്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും ക്രൂസ് കൺട്രോളുണ്ട്. ഇതൊരു പഴയ മോഡലാണ്, 2011 മോഡൽ ആക്ട്രസ് മെർസിഡീസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ക്രൂസ് കൺട്രോളിൻ്റെ സിസ്റ്റം ഈ ലിവറാണ് കൂട്ടുകാർ. അതുകൊണ്ട് ഇത് മേപ്പോട്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. കാറിൻ്റെയൊക്കെ മിക്കവാറും സ്റ്റീറിങ്ങിലായിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന ട്രക്കുകളൊക്കെ വോൾവോ അതുപോലുള്ള ട്രക്കുകളുണ്ടല്ലോ, ബെൻസ്, ഇപ്പോൾ ഇറങ്ങുന്നതിനെല്ലാം ക്രൂസ് കൺട്രോൾ ഇട്ടാലും അത്യാവശ്യം അത് നമ്മളൊന്ന് ശ്രദ്ധ ഒന്ന് മാറിയാലും തന്നെ ബ്രേക്ക് ആവുന്ന സിസ്റ്റവും വണ്ടി സ്ലോ ആവുന്ന സിസ്റ്റവും ഉണ്ട്. എന്നാൽ പഴയ മോഡൽ അതില്ല. കാറുകളിൽ എനിക്ക് തോന്നുന്നു അങ്ങനൊരു സിസ്റ്റം ഇല്ല. വോൾവോയിലൊക്കെ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള കാറുകളിലൊന്നും അങ്ങനെയുള്ള സിസ്റ്റം ഇല്ല. കൂടാതെ കാറായിക്കോട്ടെ ട്രക്കായിക്കോട്ടെ ഒരു നിശ്ചിത സ്പീഡിന് ശേഷം മാത്രമേ ക്രൂസ് കൺട്രോൾ വർക്കാവത്തുള്ളൂ. ഇവിടെ കൂട്ടുകാരെ ട്രക്കിനൊക്കെ 80 മൈൽ സ്പീഡാണ്. അതിന് മേപ്പോട്ട് പോയാൽ ക്യാമറ അടിക്കും. കാറിനൊക്കെ 120, 140 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണല്ലോ ഇത് സെറ്റ് ചെയ്യുന്നത്. ട്രക്കിലൊക്കെ നമ്മൾ പൊതുവെ ഒരു 75 അല്ലെങ്കിൽ 79 സെറ്റ് ചെയ്യും. സ്പീഡോമീറ്ററിൽ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ 80 അടുക്കുന്ന സമയത്ത്. ഓക്കെ, ഒരു 80 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ അടിക്കും. ഇവിടെയൊക്കെ നല്ലൊരു എമൗണ്ട് സ്പീഡ് ക്യാമറ അടിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഞാൻ ഇട്ടിരുന്നു ക്രൂസ് കൺട്രോളിനെ കുറിച്ച്. അതിനകത്ത് ചില കമൻറ്റുകളൊക്കെ വന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ കവർ ചെയ്താണ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ യൂട്യൂബ് ചാനൽ. അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജുണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് CB, അതൊന്ന് ഫോളോ ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമേ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇട്ടാലുള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ വാഹനത്തിലൊക്കെ ട്രക്കിലൊക്കെ കൂട്ടുകാരെ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടാൽ പൊതുവെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് നമുക്ക് മാറ്റാം. റെസ്റ്റ് കൊടുക്കാനാണല്ലോ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇടുന്നത്. ഓക്കെ, നല്ല സ്പീഡായി കഴിയും. പിന്നെ ഹൈവേ നേരെ പോയിക്കോളും. പിന്നെ റേസ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ആക്സിഡൻ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഒരുപക്ഷെ ബ്രേക്ക് അസിസ്റ്റൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്കുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്, അതിൽ കുഴപ്പമില്ല. ഇല്ലാത്ത വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ആക്സിഡൻറ്റിലേക്ക് പോകാം. അതെങ്ങനെ പോകാമെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ ഈ ക്രൂസ് കൺട്രോൾ ഇട്ടതിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ മാറും ഫോണിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ. നോർമലായിട്ട് കാര്യം നമ്മളൊന്നും വർക്ക് ചെയ്യുന്നില്ല, നോർമലായിട്ട് അശ്രദ്ധ ഉണ്ടാവും. അങ്ങനെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോവുകയും നമ്മുടെ ശ്രദ്ധ മാറിയ ആക്സിഡൻ്റ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഇട്ട് നമ്മൾ ഓടുന്നു, ആ ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വണ്ടി സൈഡ് മാറുന്നു, പോയി ഇടിക്കുന്നു, അതേ സ്പീഡിൽ ആക്സിഡൻ്റ് ഉണ്ടാവും. അത് ഡേഞ്ചറസ് ആണ്. അല്ല അതേ സ്പീഡിൽ വണ്ടി പോയി മറിയും. എന്നാൽ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്ത് ഓടിക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അഥവാ നമ്മളൊന്ന് ഉറങ്ങിയെന്ന് വെച്ചോ, പൊതുവെ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന ഒരു ട്രക്കിലൊക്കെ ഉറങ്ങാറുണ്ട്. അങ്ങനെ പല ആക്സിഡൻറ്റ് നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂട്ടുകാരെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ക്രൂസ് കൺട്രോൾ ഇട്ട് ഓടിക്കുമ്പം അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ആക്സിഡൻറ്റ് കൊടുത്ത് ഓടിക്കുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങിയാലും പൊതുവെ നമുക്ക് പിന്നെ നമ്മുടെ കാലുകളൊന്നും വർക്ക് ആവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കാല് ഓൾറെഡി ആക്സിഡൻറ്റിൽ നിന്ന് മാറിയിരിക്കും ഉറങ്ങുവാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് സ്പീഡ് 80 എന്നുള്ളത് നേരെ ഒരുപക്ഷെ 60-ലോ 50-ലോ 70-ലോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഹീറ്റിൽ ചിലപ്പം നമ്മൾ വലിയ പ്രശ്നമില്ലാതെ ആക്സിഡൻറ്റ് നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മഴയുള്ള സമയത്ത് ക്രൂസ് കൺട്രോൾ ഇട്ട് നമ്മൾ ഓടിക്കരുത്. മഴയുള്ള സമയത്ത് ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കരുത്. അതുപോലെ രാത്രിയിലും പൊതുവെ നമ്മൾ ഉപയോഗിക്കാറില്ല, പറഞ്ഞതാണ്. മഴയുള്ള സമയത്ത് ക്രൂസ് കൺട്രോൾ ഇടരുത്. അതേപോലെ രാത്രിയിലും നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ട് ട്രക്കിലോ കാറിലോ ഇട്ട് ഓടിക്കരുത്.
ഇനി നമുക്ക് അതിൻ്റെ പ്ലസ് പോയിൻ്റൂടെ നോക്കാം. ക്രൂസ് കൺട്രോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി പ്ലസ് പോയിൻറ്റും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കാലിന് റെസ്റ്റ് കിട്ടും. ഓക്കെ, കാല് കരയ്ക്ക് നല്ല വേദനിക്കുന്നു, കാലിന് നമുക്ക് റെസ്റ്റ് കിട്ടും. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യം മൈലേജും കിട്ടും. കാര്യം റേസ് കൊടുത്ത് ഓടിക്കുമ്പം മൈലേജ് പൊതുവേ കുറയും. കാര്യം ഒരു സ്പീഡ് 60 പിന്നെ അത് നമുക്ക് 80 ആക്കണം. അപ്പോൾ ആ സമയത്ത് നല്ലവണ്ണക്കാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത്. എന്നാൽ കാറിലോ ട്രക്കിലോ നമ്മൾ ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത സ്പീഡിൽ അത് കറങ്ങുന്നത് കൊണ്ട് ഡീസലിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെട്രോളിൻ്റെ ആയിക്കോട്ടെ എഫിഷ്യൻസി നമുക്ക് ലഭിക്കും. കാര്യം മൈലേജ് ആവറേജ് ക്രൂസ് കൺട്രോൾ ഓടിച്ചാൽ ആവറേജ് വാഹനത്തിന് കൂടുതലായി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ കൂട്ടുകാരെ, ചിലർ ചോദിക്കാറുണ്ട് ക്രൂസ് കൺട്രോൾ ഓടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ക്രൂസ് കൺട്രോൾ ഓടിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് വാഹനം ട്രക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ക്രൂസ് കൺട്രോൾ നമുക്ക് വാഹനം ഓടിക്കാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.